ബാക്ക് ബ്രേക്ക് കൂടുതൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫെയിലിയർ വരും, വണ്ടി ഇടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ക കാര്യം, വണ്ടി ഇടിക്കും. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ സാധനം മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് എപ്പോൾ പിടിക്കുന്നോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കോൺസെപ്റ്റ് പോയ പോലെ ഒരു ഫീലാണ്. നോർമൽ ബൈക്കുകൾ നമ്മൾ കോൺസെപ്റ്റ് പോകുമ്പോൾ ടക്കടക്കാന്നൊരു ഇടിപ്പ് വരത്തില്ല, ആ ഒരു ഇടിപ്പ് എപ്പോഴും ഇതിനുണ്ട്. വണ്ടി ഭയങ്കര വെയിറ്റ് ആണോ, 219 കിലോ വണ്ടി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഹാൻഡിലോട്ട് ഫീൽ ചെയ്യും. അതായത് ബാക്കിലത്തെ ബ്രേക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫെയിലിയർ വരുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് നമ്മളൊരു വണ്ടി ഒരു 50% കൂടുതൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് തന്നെ അത് ഡിസ്ക് ചൂടായിട്ട് പെഡൽ, അതായത് ഇതിൻ്റെ ബ്രേക്ക് പെഡൽ റിലീസായി പോകും. ഹലോ നമസ്കാരം, എൻ്റെ പേര് അമർജിത്ത് എന്നാണ്. എൻ്റെ സ്ഥലം ഇവിടെ കോന്നി, പത്തനംതിട്ടയാണ്. ഞാനിവിടെ കോന്നി തന്നെ ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഓട്ടോ ബുദ്ധാസ് എന്നാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു വണ്ടി എടുത്തു, റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650. ഇതിപ്പോൾ എടുത്തിട്ടൊരു 3 മാസം ആകുന്നു. ഏകദേശം ഒരു 5000 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഓടിച്ചിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ റീസെൻറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മളിപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. ഇപ്പോൾ വണ്ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3.95 lakhs ആണ് വരുന്നത്. ഇത് ലാസ്റ്റ് 2022 ലാസ്റ്റ് മോഡൽ വണ്ടിയാണിത്. അതാണ് ഈ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ഈ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയുടെ അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ 4 ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട് പുതിയ മോഡൽ വണ്ടിയിൽ. പിന്നെ ഇത് പക്ക റെട്രോ മോഡൽ വണ്ടിയാണ്. സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അല്ല, മുന്നേ ഞാൻ CBR 250R ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ടിൻ സിലിണ്ടർ വണ്ടിയിലോട്ട് പോകണമെന്നൊരാഗ്രഹം കുറച്ച് നാളുടെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഇൻലൈൻ 3 സിലിണ്ടർ 4 സിലിണ്ടർ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രൈസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഇച്ചിരി പെർഫോമൻസ് ഉള്ള വണ്ടി നോക്കിയപ്പം ഇൻ്റർസെപ്റ്റർ ആണുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യം GT ആണ് നോക്കിയത്. അപ്പോൾ GTയുടെ റൈഡിങ് പൊസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കാരണം ഇൻ്റർസെപ്റ്ററിലോട്ട് ചൂസ് ചെയ്യുമായിരുന്നു. ഇൻ്റർസെപ്റ്ററിൻ്റെ റൈഡിങ് കംഫോർട്ട് എന്ന് പറയുമ്പോൾ ഇത് ബാർ ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ട്രാഫിക്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല, GT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ GTയുടെ 2 പീസ് ഹാൻഡിലാണ് വരുന്നത്. അത് നമ്മൾ ട്രാഫിക്കിൽ വണ്ടി ഭയങ്കര വെയിറ്റ് ആണോ, 219 കിലോ വണ്ടി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഹാൻഡിലോട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ട്രാഫിക്കിലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് GT നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേസമയം ഇൻ്റർസെപ്റ്റർ നമുക്ക് ട്രാഫിക്കിൽ നമുക്ക് ഈസി ആയിട്ട് 6 ആയി അടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് എനിക്ക് വ്യത്യാസമായിട്ട്. പക്ഷേ ഈ സംഭവം നമ്മളൊരു ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 140 കിലോമീറ്ററൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ GTയിൽ ഇരിക്കേണ്ട പോലെ തന്നെ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. എങ്കിലേ ഈ വണ്ടി നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബോഡിയിൽ എയർ പിടിക്കും. അപ്പോൾ GT പറയുകയാണെന്നുണ്ടെങ്കിൽ GT പക്ക ക്രൂസ് ചെയ്ത് നല്ല അഗ്രസീവ് മോഡിൽ പോകാൻ പറ്റിയ വണ്ടിയാണ് GT. പക്ഷേ ആ ഒരു മോഡിൽ തന്നെ നമ്മൾ ഇരുന്ന് കൊടുക്കണം ഈ വണ്ടി 140 കഴിഞ്ഞാൽ, അതേ ഉള്ളൂ. പക്ഷേ ബാർഹാനിലാണ് കുറച്ചുകൂടെ കംഫോർട്ട്, നമുക്ക് ഹൈവേയിലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. സർവീസ് നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് 500 കിലോമീറ്ററിലാണ് നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലാണ് വരുന്നത്. അതിലിപ്പോൾ ഓയിൽ ചേഞ്ച് വരുന്നത് 500 കിലോമീറ്റർ നമ്മൾ ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ച് ചെയ്യും. ഓയിൽ ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യും. അതിപ്പോൾ ഫ്രീ സർവീസ് ആണ് എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഓയിൽ ഫിൽറ്ററും കൂടെ നമുക്ക് ഒരു 4000 rupees അടുത്ത് വരുന്നുണ്ട്. അതെ, അത് നമുക്ക് 4000 rupees അടുത്ത് വരുന്നുണ്ട് ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് 5000 സെക്കൻഡ് സർവീസ് വരുമ്പോൾ അതിനകത്ത് ഓയിൽ ചേഞ്ച് വരുന്നില്ല. 10,000 അടുത്ത തേർഡ് സർവീസിലാണ് നമുക്ക് ഓയിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു 4000 rupees അടുത്ത് ഓയിൽ ഫിൽറ്ററും പിന്നെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് വരുമ്പോൾ അത്രയാവും. ഒരു വർഷം നമുക്ക് ഈ വണ്ടിക്ക് ഒരു സർവീസാണ് അവർ കമ്പനി പറയുന്നത്. അതായത് 10,000 കിലോമീറ്റർ ഒരു വർഷം ഓടുക, ഒരു സർവീസ് ചെയ്യുക, അങ്ങനെയാണ് അവരുടെ ഒരു കണക്ക്. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം ചിലപ്പോൾ 2 സർവീസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ഞാൻ പക്ഷേ ഒരു 5000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അതുകൊണ്ട് ഇപ്പോൾ കൊണ്ട് സെക്കൻഡ് സർവീസ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് ഓയിൽ ചേഞ്ച് വരുന്നത് 10,000 നമുക്ക് അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത്. പിന്നെ ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ വണ്ടി ഫ്രീ സർവീസിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ലേബർ കോസ്റ്റ് വരും, അതിൻ്റെ GST കാര്യങ്ങളൊക്കെ വരുമ്പം പ്രൈസ് ചാർജ് ഇച്ചിരി കൂടെ കൂടുമായിരിക്കും. അത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഫ്രീ സർവീസിലുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 4000 rupees നമുക്ക് സർവീസ് ചാർജ് വരുന്നുണ്ട്. ഫ്രീ സർവീസ് നമുക്ക് 5 ഫ്രീ സർവീസാണുള്ളത് വണ്ടി. അതെ, ഓയിൽ ഫിൽറ്ററിൻ്റെയും പൈസ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഫ്രീ സർവീസ് കിടക്കുന്ന വണ്ടിയിലാണെങ്കിൽ നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നില്ലെന്നേ ഉള്ളൂ. വേറെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചെയിൻ ലൂബ് ചെയ്യണം പീരിയോഡിക്കലി. നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. 500 കിലോമീറ്ററിൽ ചെയിൻ ടൈറ്റ് ചെയ്യുക, ലൂബ് ചെയ്യുക, അതേ ഉള്ളൂ മെയിൻ്റനൻസ് ഇടയ്ക്ക് വരുന്നത്. അല്ലാതെ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. ലോങ് ഇപ്പോൾ നമ്മൾ കൊടൈക്കനാൽ പോയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്, അതാണ് ലോങ് പോയത്, വേറെ എങ്ങും പോയിട്ടില്ല. ഇല്ലില്ല. ലോങ് റൈഡിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് ബ്രേക്കിംഗ് ഇഷ്യൂ ഉണ്ട് നന്നായിട്ട്.
വണ്ടിക്ക് നല്ല ബ്രേക്കിംഗ് ഇഷ്യൂ ഉണ്ട്. അതായത് ബാക്കിലത്തെ ബ്രേക്ക് ഫെയിലിയറാണ്. അതായത് വണ്ടി കമ്പൈൻഡ് ABS എന്നാണ് അവർ റോയൽ എൻഫീൽഡുകാർ പറയുന്നെങ്കിൽ പോലും നമുക്ക് ഞാൻ നേരത്തെ ഹോണ്ടയുടെ CBR യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പൈൻഡ് ABS എന്താണെന്ന് നമുക്ക് പ്യുവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഈ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കമ്പൈൻഡ് ABS അല്ല, ജസ്റ്റ് ABS ഉള്ളൊരു വണ്ടി അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഈ വണ്ടി കണ്ടിന്യൂസ് റൺ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്, അതായത് ബാക്കിലത്തെ ബ്രേക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫെയിലിയർ വരുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് നമ്മളൊരു വണ്ടി ഒരു 50% കൂടുതൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് തന്നെ അത് ഡിസ്ക് ചൂടായിട്ട് പെഡൽ, അതായത് ഇതിൻ്റെ ബ്രേക്ക് പെഡൽ റിലീസായി പോകും. പിന്നെ പെഡലിൽ നിന്ന് ബ്രേക്കിലോട്ട് പമ്പിങ് പോകത്തില്ല, നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല. അതിപ്പോൾ ഞാൻ കൊടൈക്കനാലിൽ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് രണ്ടും ഇൻ്റർസെപ്റ്റർ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്ന വഴിക്ക് കൊടൈ ഹിൽസ് ഇറങ്ങി വരുമായിരുന്നു. അപ്പം വണ്ടി ഇത്തിരി അഗ്രസീവ് വണ്ടിയാണ്, നമ്മൾ എപ്പോഴും കൈ കൊടുത്ത് പോകാനേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം നമ്മൾ ഹിൽസ് ഇച്ചിരി കൈ കൊടുത്ത് ഇറങ്ങി വന്നത്. അപ്പം ബ്രേക്കിങ് ഓഫ് കോഴ്സ് നമ്മൾ കൂടുതലായിരിക്കും കൈ കൊടുത്ത് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കൈ കൊടുത്ത് വന്ന് എൻ്റെ ഫ്രണ്ടിലായിരുന്നു മറ്റേ ഇൻ്റർസെപ്റ്റർ പൊക്കോണ്ടിരുന്നത്. അതിൻ്റെ ബ്രേക്ക് ഫെയിലിയറായിട്ട് വണ്ടി ബ്രേക്ക് കിട്ടാതെ നേരെ പോയിട്ട് മതിലിൽ ഇടിച്ച് കയറുമായിരുന്നു. വണ്ടി നേരെ പോയിട്ട് ഇടിച്ച് കയറി. എന്നിട്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് ക്രാഷ് കാർഡ് ഒക്കെ പോയി, അവൻ്റെ മുട്ടൊക്കെ പൊട്ടി. പിന്നെ എൻ്റെ വണ്ടിക്കും ഉണ്ടായി, ഈ വണ്ടിക്കും ഉണ്ടായിരുന്നു. ഈ വണ്ടി നമ്മളൊരു കൊടൈക്കനാൽ കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയി. അവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്ക് ഈ സെയിം ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായി. പക്ഷേ ആ സമയത്ത് ഞാനൊരു 20 km/h ആ ഒരു സ്പീഡിൽ പതുക്കെ വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഫെയിലിയർ ആണെന്ന് മനസ്സിലായി. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ അതിന് ശേഷം വണ്ടി ഞാനിപ്പോൾ ഒരു ഫ്രണ്ട് ബ്രേക്ക് മെയിനായിട്ട് നമ്മൾ 70% ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുക, ഒരു 30% ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഗിയറിൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അല്ലാതെ നമ്മൾ ബാക്ക് ബ്രേക്ക് കൂടുതൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫെയിലിയർ വരും, വണ്ടി ഇടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ക കാര്യം, വണ്ടി ഇടിക്കും. നമ്മൾ റോയൽ എൻഫീൽഡിനെ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറയുകയല്ല. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയുടെ ബ്രേക്കിങ്ങിന് എല്ലാ വണ്ടിക്കും ഇപ്പോൾ നമ്മുടെ ഹിമാലയ, അതെ, ഇത്രയും വലിയ വണ്ടിയാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ബ്രേക്കിംഗ് കൊടുക്കണമായിരുന്നു, ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഹിമാലയനൊക്കെ വരുന്നുണ്ടല്ലോ, ഹിമാലയന് ഈ സെയിം ഇഷ്യൂ ഉണ്ട്, ബ്രേക്ക് ഫെയിലിയർ വരുന്നുണ്ട്. അത് നമ്മൾ റയർ ബ്രേക്കിനാണ് മെയിനായിട്ട് ഇതിന് ഇഷ്യൂ വരുന്നത്. ഫ്രണ്ട് ബ്രേക്കിന് പ്രശ്നമില്ല, റയർ ബ്രേക്കിനാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്, ബ്രേക്ക് ഫെയിലിയർ വരുന്നത്. കുറേ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നാൻ ഈ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 13.7 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പക്ഷേ നമുക്ക് 13.7 ലിറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്കൊരു 8 ലിറ്റർ 7 ലിറ്റർ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ, അതാണ് വണ്ടിക്ക് പറ്റിയ രീതി. അതായത് ഇതിന് കാനിസ്റ്റർ വരുന്നുണ്ട്. ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവലിൻ്റെ വേപ്പർ പോയിട്ട് കാനിസ്റ്ററിനകത്ത് കയറിയിട്ട് കാനിസ്റ്റർ ബ്ലോക്ക് ആവും. അപ്പോൾ വണ്ടി ഫ്യൂവൽ പമ്പ് ഫെയിലിയർ വന്ന പോലെ തന്നെ ഒരു വണ്ടിക്ക് മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. വലിയ പ്രശ്നമില്ല, അത് ഒരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. എന്നാൽ പോലെ നമുക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യും. ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അടിക്കുകയാണെന്ന് തന്നെ ഒരു 3/4 ടാങ്ക് പെട്രോളാണ് ഇതിന് റെക്കമെൻഡഡ്. എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയ കാര്യം. വേറെ ഇൻ്റർസെപ്റ്റർ GT യൂസ് ചെയ്യുന്നവർക്ക് എന്താ എക്സ്പീരിയൻസ് എനിക്കറിയാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ സാധനം മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി എടുത്തപ്പോൾ ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടത്തുള്ളായിരുന്നു. പിന്നെ അത് 20 കിലോമീറ്റർ, ഇപ്പം നമുക്ക് 20 കിലോമീറ്റർ മൈലേജാണ് കിട്ടുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് മൈലേജ് പിടിച്ച് ഓടിക്കുക ആ ഒരു രീതിയിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി തന്നെ എപ്പോഴും 60-ലേ നിൽക്കത്തുള്ളൂ, 60 km/h വണ്ടി തന്നെ നിൽക്കത്തുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ MVDയുടെ സ്പീഡ് ക്യാമറയൊക്കെ ഈ വണ്ടിക്ക് നമുക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി എപ്പോഴും 60-ന് മുകളിലേ നിൽക്കത്തുള്ളൂ, ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടി 60 താഴെ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ RRP റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് വെക്കുക. ഞാൻ റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം വരെ വണ്ടിയിൽ നമ്മുടെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സോസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ വണ്ടി ഒരു ഇപ്പോൾ 60 പോകുന്ന ടോപ്പ് ഗിയർ നമുക്ക് 60 വരെ നമുക്ക് ക്രാങ്ക് ഇടിക്കാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഒരു 40 കിലോമീറ്റർ താഴെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. എനിക്ക് ഈ എക്സോസ്റ്റ് ഓപ്പൺ ആവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടുന്നത്. പിന്നെ മൈലേജും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എക്സോസ്റ്റ് വെച്ചപ്പം. 25 വരെ കിട്ടുന്നുണ്ടായിരുന്നു മൈലേജ്. പിന്നെ ആക്സിലറേഷൻ കൂടി. ഇപ്പോൾ നോർമൽ ആക്സിലറേഷനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിരിക്കും എക്സോസ്റ്റ് വെച്ച് കഴിയുമ്പോൾ. എന്തുകൊണ്ട് എക്സോസ്റ്റ് വെക്കുന്നത് കുറച്ച് ബെറ്ററാണ്. പക്ഷേ നമ്മുടെ MVD ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല ഇവിടെ. പിന്നെ മറ്റൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കിൽ ഒരു ഫ്രീ പ്ലേ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്കിൽ. അത് കാരണം നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് എപ്പോൾ പിടിക്കുന്നോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കോൺസെപ്റ്റ് പോയ പോലെ ഒരു ഫീലാണ്. നോർമൽ ബൈക്കുകളിൽ നമ്മൾ കോൺസെപ്റ്റ് പോകുമ്പോൾ ടക്കടക്കാന്നൊരു ഇടിപ്പ് വരത്തില്ല, ആ ഒരു ഇടിപ്പ് എപ്പോഴും ഇതിനുണ്ട്. അത് ഇതിൻ്റെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല.
ആ ഡിസ്കിനൊരു ഫ്രീ പ്ലേ അവർ കൊടുത്തത് കൊണ്ടാണ് ഈ ഫ്രണ്ട് ഡിസ്ക് പിടിക്കുമ്പം ആ ഇടിപ്പ് വരുന്നത്. അത് കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്താലോ ലൂസ് ചെയ്താലോ ഒന്നും മാറത്തില്ല. അത് ആ ഡിസ്കിൻ്റെ ഡിഫോൾട്ട് കംപ്ലയിൻ്റ് ആണത്. അത് എല്ലാ വണ്ടിക്കും ഉണ്ട്. GT ആയാലും ഇൻ്റർസെപ്റ്റർ ആയാലും 650 സീരീസ് വരുന്ന എല്ലാ വണ്ടിക്കും ഉണ്ട് റോയൽ എൻഫീൽഡ്. ഇപ്പോൾ പുതിയ ഇറങ്ങിയ വണ്ടിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ 2022 വരെയുള്ള BS6 വണ്ടി BS4 വണ്ടികൾക്ക് എല്ലാം ഈ കംപ്ലയിൻ്റ് ഉണ്ട്. ഓടിക്കുമ്പോൾ കട്ടറി ചാടുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ആ വണ്ടി കട്ടറി ചാടുമ്പോൾ ആ ഒരു ടക്കടക്കടക്ക ആ ഒരു ഇടിപ്പുണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്ക് ഹാൻഡിലും കിട്ടുന്നുണ്ട്, ചെവിക്കാതിലും കിട്ടുന്നുണ്ട്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ 0 വൈബ്രേഷനാണ്. ആ കാര്യത്തിൽ വണ്ടി അടിപൊളിയാണ്. അതായത് വണ്ടി ഭയങ്കര റിഫൈൻഡാണ്. ഈ ഒരു റേറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള വേറെ വണ്ടിയില്ല. അത്രയ്ക്ക് റിഫൈൻഡാണ് വണ്ടി. അത് അത്ര റിഫൈൻഡ് ആവുന്ന സമയത്ത് അവന്മാർ വേറൊരു കാര്യം കൂടി ഈ വണ്ടിയിൽ ആഡ് ചെയ്യണമായിരുന്നു. ഗിയർ ഇൻഡിക്കേഷൻ്റെ സംഭവം ആഡ് ചെയ്യണമായിരുന്നു. കാരണം ഈ വണ്ടി 4ാമത്തെ ഗിയർ 5ാമത്തെ ഗിയർ 6ാമത്തെ ഗിയർ നമുക്ക് സെയിം ഫീലാണ്. വണ്ടി അത്രയ്ക്ക് റിഫൈൻഡാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും ഏത് ഗിയറിലാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗിയർ തപ്പിക്കൊണ്ടിരിക്കണം. ഏത് ഗിയറിലാണ് പോകുന്നതെന്ന് നമ്മൾ അതൊരു ഡിസ്റ്റർബൻസ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ വന്ന വണ്ടിയിൽ അവന്മാർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർസെപ്റ്റർ GTയിലും അവന്മാർ ആ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ല. ഒരു ഗിയർ ഇൻഡിക്കേഷൻ ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ട് വേണ്ടൊരു കാര്യമായിരുന്നു. വണ്ടി ഓവർ ഹീറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് അല്ല. 650യുടേതായിട്ടൊരു ഹീറ്റുണ്ട്. ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെഗ്മെൻറ്റ് വരുന്ന ഇപ്പോൾ ഡ്യൂക്ക് 390 200 ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും ആൾക്കാർ പറയുന്നത് വണ്ടി ഓവർ ഹീറ്റാണ്. പക്ഷേ ഇത് വണ്ടി 650 ആണ്, ട്വിൻ സിലിണ്ടറാണ്. ഓഫ് കോഴ്സ് ചൂട് വരും. പക്ഷേ ഇതിൻ്റെ സെഗ്മെൻറ്റ് വരുന്ന വണ്ടികളായിട്ട് മറ്റേ ഹാർലി ഡേവിഡ്സൺ അങ്ങനത്തെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഹീറ്റ് കുറവാണ്. എന്നാൽ പോലും ഇത് നല്ല ഹീറ്റാണ് വണ്ടി. അതായത് ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. നിർത്തിയിടുകയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് അടിച്ച് കയറി നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ റണ്ണിങ്ങിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ ട്രൗസർ പോലത്തെ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ വണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ സീന നമുക്ക് നല്ല ചൂടടിക്കും. കാലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. കാരണം ഇതിൻ്റെ എൻജിൻ പാർട്സ് എല്ലാം മിക്കവാറുള്ളതെല്ലാം വെളിയിലോട്ട് തള്ളിയിരിക്കുക. സൈലൻസർ ആണെങ്കിലും അതുകൊണ്ട് പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നേക്കുന്നത്. അപ്പം നമുക്കതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹീറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവർ ഓയിൽ കൂൾഡായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ക്രാഷ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സം ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതായത് എഞ്ചിൻ്റെ അടിയിൽ ഒരു ഗാർഡ് വരുന്നുണ്ട്, സം ഗാർഡ്. അപ്പോൾ അത് അത്യാവശ്യമാണ്. കാരണം ഈ വണ്ടിയുടെ എഞ്ചിൻ കുറച്ച് വെളിയിലോട്ട് തിരിക്കുവായതുകൊണ്ട് കട്ടറിലൊക്കെ ചാടുന്ന സമയത്ത്, നല്ല ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിന് തട്ടിയിട്ട് ക്രാങ്ക് കേസ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സം ഗാർഡ് മസ്റ്റാണ്. പിന്നെ ഈ ക്രാഷ് ഗാർഡ് ഇത് കൊള്ളത്തില്ല കേട്ടോ. ഇത് റോയൽ എൻഫീൽഡ് എല്ലാ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളാണ് ഇത്. പക്ഷേ ക്രാഷ് ഗാർഡ് വെക്കുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ ഒരു സി ടൈപ്പ് ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതാണ്. അത് കുറച്ചുകൂടെ സ്ട്രോങ്ങും ആണ്, കംഫർട്ടബിളുമാണ്. ഇത് നമ്മൾ കോർണറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ക്രാഷ് ഗാർഡ് ഒരയുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയുടെ കപ്പും പിന്നെ ആ ഒരു മാസ് സിലിണ്ടറിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഇത് നമ്മൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. ഡിപ്പ് ചെയ്തതാണ്. സ്റ്റിക്കറല്ല, ഇത് ഡിപ്പ് ചെയ്തതാണ്. അതേപോലെ ഇപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെന്ന് പറയാം.